ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കണ്ണൂർ ചാലാട് ജുമാ മസ്ജിദിന് സമീപം ദവ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു വീടുള്ളത്. 10 സെൻറ്റ് പ്ലോട്ടിൽ 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ജന്നത്ത് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സഫ്രാജ് തസ്ലീമ ദമ്പതികളുടെ വീടാണിത്. ഈ വീടിൻ്റെ കിടങ്ങാണിത്. അതുപോലെ ഈ കാണുന്നത് ഒരു വിക്കറ്റ് ഗേറ്റ് ആണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, നല്ലൊരു വൈറ്റ് ഹൗസ് അല്ലേ. ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഗേറ്റ് തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു മുറ്റം കാണാം. മുറ്റത്ത് നല്ല ബാംഗ്ലൂർ സ്റ്റോണും അതിൻ്റെ ഇടയിലായിട്ട് പേൾ ഗ്രാസും കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു സിമ്പിൾ ലുക്കിലാണെന്നുള്ളത് അല്ലേ. കണ്ടില്ലേ, ശരിക്കും അവിടെ ഇവിടെയും ഭയങ്കരമായിട്ട് ഹെവി വർക്കൊന്നും ചെയ്യാണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ആ ഒരു വിൻഡോ ആയാലും മൊത്തത്തിൽ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഇത് സഫ്രാജും തസ്ലീമയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് എൻജിനീയർക്ക് പറഞ്ഞു കൊടുത്തതിനനുസരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവർ പടപടാന്നുള്ള ഒരു വീട്ടുകൂടലൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫിനിഷിംഗ് വർക്കൊക്കെ ബാക്കിയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ കൂടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. ലോങ് സൈസിലുള്ള 2 സ്റ്റെപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതാണ് സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിക്കുന്നത് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ 2 ചെയറാണല്ലേ. അതുപോലെ തന്നെ ആ ഒരു ഡോറും ഡബിൾ ഡോറാണ്. അതിനൊപ്പം തന്നെ വിൻഡോസും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെയുള്ള ആ ഒരു കാഴ്ച കാണാം. മാഷാ അല്ലാഹ് അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രകാശം പരത്തുന്ന പോലെ എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഫുൾ വൈറ്റ് തീമിലായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള്, അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ലിവിങ് ഏരിയ, ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ്, അവിടുത്തെ ഫർണിച്ചർ ആയാലും സീലിംഗ് ആയാലും എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളൊന്ന് കണ്ടോക്ക്. ഇവിടെ ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത് മോർബാഡോ വൈറ്റ് മാർബിളാണ്. നല്ല ഫിനിഷിങ്ങിലുള്ള അടിപൊളി മാർബിൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിളും സോഫ സെറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ചെയ്യിച്ചതാണ്. നല്ല വൈറ്റ് കളറിലുള്ള സോഫ. ഇതാണ് കേട്ടോ ലിവിങ് ഏരിയ. ഇവിടെ എന്താ പറയുക, ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. ആ ഒരു കളറിൽ നല്ല ഭംഗിയുണ്ടേനും ചെയ്തിട്ട്. അതുപോലെ തന്നെ സീലിംഗൊക്കെ നല്ല സിമ്പിൾ ലുക്കിലാണ്, നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലിവിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഗ്ലാസിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ടില്ലേ. ഇത് തുറന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക, നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇത് കണ്ടില്ലേ, അതിവിശാലമായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ്. നല്ല വലുപ്പത്തിലുള്ള സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു എന്താ പറയുക, പുറത്തുനിന്നുള്ള കാറ്റും കാര്യങ്ങളൊക്കെ വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അവിടെ തൽക്കാലം ഇപ്പോൾ അവർ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടേനു ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹാളിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിലേക്കുള്ള ഡോറ്. അതൊക്കെ വുഡൻ ഫിനിഷിങ്ങിലുള്ള ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ എന്താ പറയുക, ഡോറും കാര്യങ്ങളൊക്കെ ടീക്ക് വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. ഡൈനിങ് ടേബിളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഫ്ലോറിങ്ങിനോടുള്ള മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല വൈറ്റ് കളറിലുള്ള ടേബിളും അതിനോട് മാച്ച് ചെയ്യുന്ന ചെയറും അതുപോലെ തന്നെ അവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്രോക്കറി ഷെൽഫ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക നൊസ്റ്റു ഫീൽ ചെയ്യുന്ന ആ ഒരു ഷെൽഫായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നല്ല ഒരു ഓമനത്തുണ്ടേനു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബോക്സ് ടൈപ്പിലാക്കിയിട്ട് ടോപ്പിന് നാനോ വൈറ്റും നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. അവിടത്തേക്കുള്ള ഡോറാണിത്. ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ നല്ല വൈറ്റ് ആൻഡ് ഗ്രേ തീമിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമാണുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വുഡൻ ഫിനിഷിങ്ങിലുള്ള ഫർണിച്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള കർട്ടനുമാണ് നൽകിയിട്ടുള്ളത്. ഇനി സ്റ്റെയർ കേസ് നോർമൽ ടൈപ്പിലുള്ള ഒരു സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ടഫ് ആൻഡ് ഗ്ലാസ് വിത്ത് വുഡൻ ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് റെയിലാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കയറുന്ന ആ ഒരു ഭാഗത്തായിട്ടുള്ള വിൻഡോ ഉണ്ടാകും. അവിടെ താഴത്തെ ഭാഗത്തും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള കേർട്ടനാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഏരിയ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടേനു. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ഫിനിഷിങ്ങിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്സിന് കൊടുത്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ ഹാളിൻ്റെ ഫ്ലോറിങ്ങിന് നൽകിയിട്ടുള്ളത് 4x8 ടൈലാണ്. ആ ഒരു വൈറ്റ് കളറിലുള്ള ടൈൽ തന്നെയാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ഹോളാണ്. പിന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ വുഡൻ ഫിനിഷിങ്ങിനുള്ള ഫർണിച്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആ ഒരു ഗ്രിൽ ടൈപ്പിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ നല്ല രസമുണ്ടേനു. അതുപോലെ തന്നെ ബാത്റൂം ഉണ്ട് ഈ ഒരു റൂമിൽ. പക്ഷേങ്കിൽ ഇപ്പം അതിൻ്റെ പണിയൊന്നും കഴിച്ചിട്ടില്ല തൽക്കാലം. പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അതുകൊണ്ട് ആ ഒരു ബാത്റൂം കാണിക്കുന്നില്ല. അപ്പോൾ മുകളിലത്തെ ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്താ നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം. മാഷാ അല്ലാ നല്ലൊരു അടിപൊളി ഓപ്പൺ കിച്ചണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വൈറ്റ് കളർ തീമിൽ ഇത് ചെയ്തിട്ട് തന്നെ. അതുപോലെ തന്നെ ഇവിടെ ടോപ്പിന് നാനോ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അക്രിലിക് ഫിനിഷിങ്ങിലുള്ള കിച്ചൺ കബോർഡാണ്. അതുപോലെ നല്ലൊരു വുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി കിച്ചൺ തന്നെ പറയാം. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ.
ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അവിടത്തേക്കുള്ള ഡോറ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ തന്നെ പറയാം. നല്ല രീതിയിൽ തന്നെ കിച്ചൺ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിന് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തവരെയൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്ബീസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോടെ ചെയ്യണേ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്.